ക്രൈസ്തലോ അഹരോൻ്റെ വടി എന്നതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. എന്താണ് അഹരോൻ്റെ വടി? അതിലൂടെ ദൈവം പ്രവർത്തിച്ചത് എന്താണ്? അഹരോൻ്റെ വടി എന്ന് വിളിക്കപ്പെടുന്നത് മോശയുടെ കയ്യിൽ ഉണ്ടായിരുന്നതും ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ഇസ്രയേൽ മക്കൾക്കും ഫറവോനും അത്ഭുതങ്ങളിലൂടെ വെളിപ്പെടുത്തേണ്ടതിനായി സർവശക്തനായ ദൈവം ഉപയോഗിച്ചതുമായ വടിയായിരുന്നു. തനിക്ക് യഹോവ പ്രത്യക്ഷനായില്ല എന്ന് പറഞ്ഞ് ഇസ്രയേൽ മക്കൾ തന്നെ വിശ്വസിക്കാതിരിക്കുമെന്ന് മോശ ദൈവത്തോട് പറഞ്ഞപ്പോൾ മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി നിലത്തിടുവാൻ ദൈവം കൽപ്പിച്ചു. അവൻ വടി നിലത്തിട്ടപ്പോൾ അത് ഒരു പാമ്പായി തീർന്നു. അത് കണ്ട് ഓടിപ്പോയ മോശയോട് അതിൻ്റെ വാലിൽ പിടിക്കുവാൻ ദൈവം കൽപ്പിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ അത് വീണ്ടും വടിയായി തീർന്നു. മോശയുടെ നിർജീവമായ വടിയിലൂടെ ദൈവം തൻ്റെ ശക്തിയും മഹത്വവും പ്രകടമാക്കുന്നതിൻ്റെ തുടക്കമായിരുന്നു അത്. ഫറവോന്റെ മുമ്പിൽ അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിന്റെ കയ്യിൽ എടുത്തുകൊള്ളുക എന്ന് മോശയോട് ദൈവം കൽപ്പിച്ചതിൽ നിന്ന് ദൈവത്തിൻ്റെ ആജ്ഞപ്രകാരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായി അഹരോനും ഈ വടിയായിരുന്നു ഉപയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്നു. പുറപ്പാട് 4:17. ഈ വടി പിൽക്കാലത്ത് അഹരോന്റെ വടി എന്ന് വിളിക്കപ്പെട്ടുവെങ്കിലും ഇതിനെ ദൈവത്തിൻ്റെ വടി എന്ന് തിരുവചനം വിശേഷിപ്പിക്കുന്നു. പുറപ്പാട് 4:20. ഫറവോന്റെ മുമ്പിൽ വെച്ച് ദൈവീക ശക്തിയാൽ പാമ്പായി തീർന്ന ഈ വടി ഉപയോഗിച്ച് ദൈവം മിസ്രയീമിലെ സകല ജലാശയങ്ങളും രക്തമാക്കി തീർക്കുകയും മിസ്രയീമിൽ മുഴുവനും തവളകളെ കൊണ്ട് നിറയ്ക്കുകയും നിലത്തിലെ പൊടിയിൽ നിന്നും പേനുകളെ ഉണ്ടാക്കുകയും ചെയ്തു. ഇപ്രകാരം മിസ്രയീമിലെ 3 ബാധകൾ വരുത്തുവാൻ ദൈവം ഉപയുക്തമാക്കിയ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രതീകമായ ഈ വടിയായിരുന്നു. പുറപ്പാട് 7:20, 8:5-6, പുറപ്പാട് 8:17 ഈ കാര്യങ്ങൾ എടുത്ത് പറയുന്നു. ആർത്തിരമ്പുന്ന ചെങ്കടലിനെ വിഭാഗിക്കുവാനും വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കുവാനും ദൈവം ഈ വടി തന്നെ ഉപയോഗിച്ചത്. മോശയുടെയും അഹരോന്റെയും നേതൃത്വത്തിനെതിരായി ഇസ്രയേൽ മക്കൾ പിറുപിറുത്തതിനെ തുടർന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം സമാഗമന കൂടാരത്തിൽ ഓരോ ഗോത്ര തലവന്റെയും പേരെഴുതിയ വടി വെച്ചു. അടുത്ത ദിവസം അഹരോന്റെ വടി തളിർത്തു. അത് പൂത്ത് ബദാം ഫലം കായ്ച്ചതായി കാണപ്പെട്ടു. സംഖ്യ